ഹലോ, ഞാൻ തസ്കിയ, കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻറ്റ്. അവരുടെ പ്രിയപ്പെട്ട അനിയത്തി എഴുതിയ തെബിഷീറ സലാം എന്നു പേരുള്ള ആ അനിയത്തിക്കുട്ടി എഴുതിയൊരു കുറിപ്പ് ഇന്നലെ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഫേസ്ബുക്കിൽ നിന്ന് വായിച്ചു. വല്ലാത്തൊരു നോവായി. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. വയനാട് വെച്ചൊരു വാഹനാപകടത്തിൽ മരണപ്പെട്ട MBBS പഠിക്കുന്ന മഞ്ചേരിയിലുള്ള ഫാത്തിമ തസ്കിയ എന്ന് പറയുന്ന ആ ഒരു ഡോക്ടർ തന്നെ ഞാൻ പറയും, ഡോക്ടർ ഫാത്തിമ തസ്കിയ. അവൾ അത്രമേൽ ആഗ്രഹിച്ചിരുന്നൊരു ഡോക്ടറാവാൻ. ആ ഫാത്തിമ തസ്കിയുടെ മരണം വല്ലാത്തൊരു വേദനയായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർക്കും പരിചയമില്ലാത്ത ആളുകൾക്കും എല്ലാവർക്കും. കാരണം അത്രമേൽ പ്രിയപ്പെട്ടവരായിരുന്നു അവർ. അവരുടെ പ്രിയപ്പെട്ട അനിയത്തി എഴുതിയ തെബിഷീറ സലാം എന്നു പേരുള്ള ആ അനിയത്തിക്കുട്ടി എഴുതിയൊരു കുറിപ്പ് ഇന്നലെ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഫേസ്ബുക്കിൽ നിന്ന് വായിച്ചു. വല്ലാത്തൊരു നോവായി. സലാം പറഞ്ഞുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട താത്താക്ക് വേണ്ടി എഴുതിയൊരു കുറിപ്പുണ്ട്. ഇനി നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞുകൊണ്ട്. ഒരു നല്ല കുടുംബം എന്ന് പറയുന്നത് ആ മക്കളെ മാതാപിതാക്കൾ എങ്ങനെ വളർത്തുന്നു നോക്കിയിട്ടാണ്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ തെബിഷീറ സലാം എന്നു പേരുള്ള ഈ ഫാത്തിമ തസ്കിയയുടെ അനിയത്തി എഴുതിയ കുറിപ്പ്. ആ കുറിപ്പിൽ താത്തയെ അവൾ ദീദിയെ എന്നാണ് വിളിക്കുന്നത്. ദീദി, നെയ്തു കൂട്ടിയ സ്വപ്നങ്ങൾ ബാക്കിയിരിക്കെ നീ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രിയപ്പെട്ട അനിയത്തി തെബിഷീറ താത്തയെക്കുറിച്ച് എഴുതുന്നത്. ഏത് പ്രതിസന്ധിയെയും കരുത്തോടെ നേരിട്ട് വാപ്പാൻ്റെ മോളെന്ന് മുദ്രക്കുത്തപ്പെട്ടവളാണ് നീ. ഞങ്ങൾക്ക് തണലായിട്ട് നിന്നവളാണ് നീ. മുന്നോട്ട് വെച്ച കാലുകൾ പിന്നോട്ടില്ല എന്ന നിന്റെ വാക്കുകൾ ഇപ്പോഴും എൻ്റെ കാതുകളിൽ അലയടിച്ച് കേൾക്കുന്നുണ്ട്. നീ ഭാഗ്യവതിയാണ്. ഒരു നോക്ക് കണ്ടിട്ടോ പരിചയപ്പെട്ടിട്ടോ ചെയ്തിട്ടില്ലെങ്കിലും താത്താൻ്റെ വാക്കുകൾ കൊണ്ടും സംസാരം കൊണ്ടും എഴുത്തുകൊണ്ടും മാത്രം മനസ്സിൽ ഇടം പിടിച്ച എത്രയോ പേരുണ്ട്. നിന്റെ പ്രചോദന വാക്കുകൾ കേട്ടുകൊണ്ട് മാത്രം സ്റ്റെതസ്കോപ്പിന് സ്വപ്നം കാണുന്നവരുണ്ട്. താത്താക്ക് അറിയുന്നതും അറിയാത്തതുമായി ആയിരങ്ങളാണ് താത്താനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ എഴുതി കുറിക്കുന്നത്. 24 മണിക്കൂറുകളോളം ദീൻ താത്താനെ വീട്ടിൽ കിടത്തിയിട്ടും 5 മിനിറ്റ് വിടവില്ലാതെ മയ്യിത്ത് നമസ്കാരം നടന്നുകൊണ്ടേയിരിക്കുന്നു. എല്ലാവർക്കും താത്ത പ്രിയപ്പെട്ടവളായിരുന്നു. അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയ ഓരോരുത്തരുടെയും മുഖത്തത് പ്രകടമായിരുന്നു. എന്നും രാത്രി വീഡിയോ കോൾ ചെയ്ത് 1ഉം 2ഉം പറഞ്ഞ് തല്ലുകൂടി കോൾ കട്ടാക്കുന്നത് നമുക്കൊരു പതിവല്ലായിരുന്നു. ഇനി താത്താൻ്റെ വിളി എനിക്ക് വരില്ലല്ലോ. ലീവിന് വരുന്ന ദിനങ്ങളിൽ രാത്രി ഉറക്കമൊഴിച്ച് നമ്മൾ 1-2 മണിവരെ വിശേഷങ്ങൾ പങ്കുവച്ചും കളിച്ചും ചിരിച്ചും സമയം നീക്കിയില്ലായിരുന്നോ? നമ്മൾ ചർച്ച ചെയ്യാറില്ലായിരുന്നോ? വീട്ടിലാദ്യമായി പന്തൽ കെട്ടുന്നതും അത് താത്താൻ്റെ കല്യാണത്തിനാവുമെന്നും അത് എങ്ങനെ ഇരിക്കുമെന്നും തുടങ്ങി നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ പറയാറുണ്ടായിരുന്നു. ഇന്നലെ ഇവിടെ ആദ്യമായിട്ട് പന്തൽ കെട്ടി. താത്ത, നീ കണ്ടില്ലെന്ന് മാത്രം. വീടിൻ്റെ ഓരോ മുക്കിനും മൂലക്കും പറയാൻ ഓർമ്മകൾ ഏറെയാണ്. ഷോക്കേസിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന താത്താൻ്റെ 100 കണക്കിന് ട്രോഫികളിൽ ഓരോന്നിനും പറയാനുള്ള കഠിനാധ്വാനത്തിൻ്റെയും മറ്റും കഥകളേറെയാണ്. വാപ്പ വന്നിട്ട് ചെയ്യാൻ ബാക്കി വെച്ച സ്വപ്നങ്ങൾ എത്രയെത്ര ബാക്കി. വാപ്പാക്ക് ജാമ്യം കിട്ടി ജയിലിൽ നിന്ന് കൊണ്ടുവരുന്നത് മുതൽ നമ്മൾ നെയ്തു കൂട്ടിയ സ്വപ്നങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. നമ്മൾ 6 പേർ ഇന്നലെ അവസാനമായി ഒരുമിച്ചുകൂടി. ഓർമ്മ വെച്ച കാലം മുതൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയാൽ അവിടെ കളിയായി, ചിരിയായി, പരസ്പരം പാരവക്കലായി. എന്നാൽ ആദ്യമായി നമുക്കിടയിൽ ഇന്നലെ മൗനം തളം കെട്ടി. അത് പുഞ്ചിരി തൂകി നിശ്ചലമായി കിടക്കുന്ന താത്താനെ കണ്ടായിരുന്നു. സ്വർഗത്തിലേക്ക് പോകുവാനുള്ള സന്തോഷവും തിടുക്കവും ആ പൂമുഖത്ത് പ്രകടമായിരുന്നു. സ്വർഗത്തിലിപ്പോൾ ഗാസയിലെ മക്കൾ നിറഞ്ഞ് പറന്ന് കളിക്കുന്നുണ്ടാവും. താത്തയും സന്തോഷത്തോടുകൂടി ഗാസയിലെ മക്കളുടെ അടുത്തേക്ക് പൊക്കോ, നമുക്ക് ജന്നാത്തുൽ ഫിർദൗസിൽ വെച്ച് കാണാം. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അനിയത്തി തെബിഷീറയുടെ കുറിപ്പ് അവസാനിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്ക്. എത്ര
എത്ര വേദനിക്കുന്നുണ്ടാവും ആ പൊന്നനിയത്തി. ആ ഒരു ഉമ്മയെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. ആ സ്വന്തം ഭർത്താവ് ജയിലിൽ വന്നിട്ട് വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രം പരോൾ ലഭിച്ചിരിക്കുക, സ്വന്തം മകൾ ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് നഷ്ടപ്പെടുക, ഒരാശ്വാസ വാക്കുകൾ പറഞ്ഞ് കൂടെ ഇരിക്കാൻ പോലും ഒരാളില്ലാത്തൊരവസ്ഥ. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. നമ്മളെപ്പോഴും, എനിക്ക് ഈ അനിയത്തി തെബ്ഷീറയുടെ വാക്കുകളിൽ അതിൽ കരുത്തുണ്ട്, വേദനയുണ്ട്, പ്രതീക്ഷയുണ്ട്. ആ ഒരു മയ്യത്ത് കാണാൻ പോയ ആളുകൾ, ആ മയ്യത്ത് കണ്ടവർ പറഞ്ഞൊരു വാക്കുണ്ട്, മുഖത്ത് പുഞ്ചിരി തൂകിയിട്ടാണ് ഈ ഒരു ഫാത്തിമ തസ്കിയ എന്ന പേരുള്ള ആ പെൺകുട്ടി കിടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ആവണം അനിയത്തി പറഞ്ഞത്, സ്വർഗത്തിലേക്ക് പോകാൻ തിടുക്കം കൂട്ടി നിൽക്കുകയാണ് നീ. ഗാസയിലെ ഒരുപാട് കുട്ടികൾ നേരത്തെ സ്വർഗത്തിലെത്തി. ആ പ്രിയപ്പെട്ട കുട്ടികൾക്കൊപ്പം ഇനി നീയും പൊക്കോ, നമുക്ക് ജന്നാത്തുൽ ഫിർദൗസിൽ നിന്ന് കാണാമെന്ന് കരുത്തോടുകൂടി പറയുന്ന ഒരു പെൺകുട്ടിയുണ്ടെങ്കിൽ അതാ വാപ്പയും ഉമ്മയും ചെയ്ത സുഹൃതത്തിൻ്റെ അടയാളമാണ്. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. ഞാൻ ആ ഉമ്മയുടെ മനസ്സിലൂടെ ഒന്ന് കണ്ണോടിച്ചു. പ്രിയപ്പെട്ട മകൾ ജീവനറ്റ് വന്ന് കിടക്കുമ്പോൾ ആ പ്രിയപ്പെട്ട മകളെ മതപരമായ എല്ലാവിധ കർത്തവ്യങ്ങളോടുകൂടിയും യാത്രയാക്കിയിട്ട് അരികിൽ വന്ന് നിൽക്കാൻ തൻ്റെ പ്രിയതമൻ വളരെ കുറഞ്ഞ നിമിഷങ്ങൾ മാത്രം. ആ സലാമെന്ന് ഇവരുടെ ഉപ്പ, ആ ഒരു ഉമ്മയുടെ ഭർത്താവ് തിങ്കളാഴ്ച നാളെ അവരെ വീണ്ടും ഡൽഹിയിലേക്ക് കൊണ്ടുപോകും. ഒരു മുഴുവൻ സമയം പോലും ആ വീട്ടിൽ അദ്ദേഹത്തിന് നിൽക്കാനുള്ള അവകാശമില്ല. പകല് കുറച്ച് സമയം നിന്ന് കഴിഞ്ഞാൽ പിന്നീട് തവനൂരിലെ സെൻട്രൽ സബ് ജയിലിലേക്ക് മാറ്റണം. അള്ളാഹു ആ കുടുംബത്തിൽ ക്ഷമ നൽകട്ടെ. അപ്പോൾ ഞാൻ ഈ ഒരു ഫാത്തിമ തസ്കിയുടെ ഒരുപാട് വീഡിയോകൾ കണ്ടു. ആ വീഡിയോകളിലൊക്കെ എത്ര പ്രചോദനാത്മകമായിട്ടാണ് അവർ സംസാരിക്കുന്നതെന്നറിയോ. ഒരുപാട് പേർക്ക് ഡോക്ടറാവാൻ സ്വപ്നം പഠിപ്പിച്ചു കൊടുത്ത പെൺകുട്ടിയാണ്. അങ്ങനെ അവരുടെ ടോക്ക് വളരെ ഇൻസ്പിറേഷനാണ്. ആ ഒരു ഒരൊറ്റ സംസാരം മാത്രം നമ്മളൊന്ന് കാണാം. ഹലോ, ഞാൻ തസ്കിയ. കാലമൊക്കെ മാറി. അതായത് ഓരോ 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന ഒരു കുട്ടീൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് എന്താവാൻ ആഗ്രഹം, അല്ലെങ്കിൽ 10th ഒക്കെ കഴിഞ്ഞ് എന്ത് ചെയ്യണം, ഏത് മേഖലയിലേക്ക് പോകണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിള്ളേർക്ക് കറക്റ്റായിട്ടൊരു ആൻസർ ഉണ്ട്. എനിക്ക് 10th കഴിഞ്ഞിട്ട് ഈ സ്ട്രീമിലേക്ക് പോകണം, അത് കഴിഞ്ഞിട്ട് ഇല്ലെങ്കിൽ അവർ കറക്റ്റായിട്ട് കോളേജ് തന്നെ പറയും, ഈ കോളേജിൽ ഇന്ന കോഴ്സ് എടുത്ത് പഠിക്കാം. അതായത് എനിക്കൊന്നു, ഞാൻ എൻ്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഡോക്ടറാണ് തീരുമാനിച്ച ആളാണ്. പക്ഷേ എനിക്കൊന്നു എൻ്റെ ജനറേഷനിലുള്ളവർ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുന്നിലുള്ളവരൊന്നും ഒരിക്കലും പ്ലാൻഡ് ആയിരുന്നില്ല എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ. ഒരു ഏജിൽ ആർക്കും വലിയ പ്ലാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്കൊന്നും ഇപ്പോഴും പോകുന്ന നല്ലൊരു ശതമാനം സ്റ്റുഡൻസും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഈ 9ൽ 10ലൊക്കെ പഠിക്കുന്ന പിള്ളേരോട് ഇപ്പോൾ കുടുംബത്തിലുള്ളവരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയും, SSLC പാസ്സാവട്ടെ, എന്നിട്ട് +1 നോക്കാം, +1 കഴിഞ്ഞിട്ട് എന്നിട്ട് നമുക്ക് +2 നോക്കാം, +2 കഴിയട്ടെ എന്തെങ്കിലുമൊക്കെ എടുക്കാം. അങ്ങനത്തെ ഭയങ്കര പ്ലാൻഡ് അല്ല. എന്താവണം, ഏത് കോഴ്സ് എടുക്കണം, അറ്റ്ലീസ്റ്റ് ഏത് സ്ട്രീമിലേക്ക് പോകണം, ഈ നമ്മുടെ കഴിവ് എന്താണ്, ഇതിനെക്കുറിച്ചൊന്നും പിള്ളേർക്ക് വലിയ ധാരണയില്ലെന്ന് വെച്ചാൽ അതിനെക്കുറിച്ചൊന്നും അധികം ചിന്തിക്കാറില്ല. ഒരു ഒഴുക്കിനനുസരിച്ച് പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് പിള്ളേരെങ്കിലും ഓൾറെഡി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു സ്ട്രീമിലേക്ക് പോകണം. ഇപ്പോൾ സപ്പോസ് എനിക്ക് ഡോക്ടർ ആവണം, എനിക്ക് നീറ്റ് എഴുതണം, സയൻസ് സ്ട്രീം എടുക്കണം, അത് കഴിഞ്ഞിട്ട് +1 +2 തന്നെ പഠിക്കണം, അത് കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ ഒരു ഡോക്ടർ ആവണം. ഇത് പ്ലാൻ ചെയ്തിരിക്കുന്ന നല്ലൊരു എമൗണ്ട് സ്റ്റുഡൻസ് ഉണ്ട്, ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 2024 25 ലക്ഷത്തിലധികം സ്റ്റുഡൻസ് നീറ്റിന് വേണ്ടി മാത്രം അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതായത് നല്ലൊരു എമൗണ്ട് സ്റ്റുഡൻസും എനിക്കൊന്നും വെറുതെ എഴുതുന്ന വളരെ കുറച്ച് പേരുണ്ടാവും, അല്ലാത്ത നല്ലൊരു എമൗണ്ട് കുട്ടികളും ആ ഒരു മേഖലയോട് അത്യാവശ്യമൊക്കെ ആത്മാർത്ഥ്യമായിട്ട് ഓക്കെ എനിക്കത് ചെയ്യണം എന്ന ആഗ്രഹമുള്ള കുട്ടികളായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനൊക്കെ 10th പഠിക്കുക, 11th 12th ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു റെസിഡൻഷ്യൽ സ്കൂളാണ് പഠിച്ചത്. അപ്പോൾ ഭയങ്കര ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. കേട്ടിട്ടുണ്ട് റെസിഡൻഷ്യൽ ബാച്ച് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ബാച്ച് ഒന്നും കേട്ടിട്ടുണ്ടെന്നല്ലാതെ അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. പോയി അങ്ങനെ ഒരു ഒഴുക്കനുസരിച്ച് പോയി. അപ്പോൾ +1 +2 ഇപ്പോൾ നല്ലൊരു എമൗണ്ട് സ്റ്റുഡൻസും നേരിടുന്ന വലിയൊരു പ്രശ്നം വെച്ചാൽ +1 +2 സ്കൂളിൽ പോകണം, അത് കഴിഞ്ഞിട്ട് ട്യൂഷന് പോകണം. ഈ ട്യൂഷനും സ്കൂളും കൂടെ ഇടയിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പെടാപാട് വിടുന്നതാണ് നല്ലൊരു എമൗണ്ട് സ്റ്റുഡൻസും. അതായത് സ്കൂളിൽ എക്സാം ഇല്ലാത്ത സമയത്താണെങ്കിൽ ട്യൂഷൻ സെൻറ്ററിൽ എക്സാം ഉണ്ടാവും, ട്യൂഷൻ സെൻറ്ററിൽ എക്സാം ഇല്ലാത്ത സമയത്ത് മറ്റൊരു എക്സാം ഉണ്ടാവും. അപ്പോൾ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു ഭയങ്കര മെസ്സായിരിക്കും ലൈഫ്. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റുഡൻസിന്
ഫസ്റ്റ് ചാൻസിൽ തന്നെ നീറ്റ് ക്രാക്ക് ചെയ്യണം എന്ന ആഗ്രഹമുള്ള കുട്ടികൾക്ക്, അതായത് വീണ്ടും ഒരു വർഷം കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റ് ചെയ്ത് നീറ്റിന് വേണ്ടി മാത്രം മാറ്റി വെക്കാൻ താല്പര്യമില്ല, ഫസ്റ്റ് ടൈം തന്നെ കയറിയിട്ട് നല്ലൊരു കോളേജിൽ, ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ഗെയിംസ് ഡൽഹി ആണ് ഗെയിംസ് ഡൽഹി, അല്ല ഇപ്പോൾ CMC ആണെങ്കിൽ CMCയിലൊക്കെ തന്നെ പഠിച്ച് കയറണം എന്ന ആഗ്രഹമുള്ള ഒരുപാട് പിള്ളേരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള വളരെ നല്ലൊരു ഓപ്ഷനാണ് ഇൻറ്റിഗ്രേറ്റഡ് ബാച്ച്. അതായത് 10th കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രഷ് ആയിട്ടുള്ള ആ ഒരു മൈൻഡിലേക്ക് ആദ്യം നിങ്ങൾക്കൊരു ബ്രിഡ്ജ് കോഴ്സ് തരും. അതായത് 10th മുതൽ +1 വരെയുള്ള ആ ഒരു ചേഞ്ച് എന്ന് വെച്ചാൽ ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ചാണ്. അപ്പോൾ ആ 10th നിന്ന് +1ലേക്കുള്ള ആദ്യം ഒരു ബ്രിഡ്ജ് കോഴ്സ് തരുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ +1 +2 അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ പക്ക എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട്, അതായത് നീറ്റ് JEE കീമോ പോലുള്ള മുഴുവൻ കോമ്പറ്റേറ്റീവ് എക്സാംസിനും നിങ്ങളെ സജ്ജരാക്കുന്ന രീതിയിലുള്ള ഒരു കോഴ്സ് ആയിരിക്കും ഇൻറ്റിഗ്രേറ്റഡ് കോഴ്സ്. അതായത് സപ്പോസ് ഇപ്പോൾ നമുക്ക് CBSE സിലബസ് ആണ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ CBSEയിൽ നമുക്ക് +1 എക്സാംസ് ഇല്ല, അതായത് ബോർഡ് എക്സാംസ് ഇല്ല, സ്റ്റേറ്റ് സിലബസിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ +1 സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് +2 നേരത്തെ തീർക്കാം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു 7-8 മന്ത്സ് പക്ക ഫ്രീ ആയിട്ട് നീറ്റിന് കിട്ടും. ഈ ഒരു 8 മന്ത്സ് നിങ്ങൾക്ക് വീണ്ടും എന്ത് ചെയ്യും, ഓൾമോസ്റ്റ് ഒരു റിപ്പീറ്റ് പോലെ കംപ്ലീറ്റ് റിവിഷനായിട്ട് യൂസ് ചെയ്യാം. ഇതാണ് ഇൻറ്റിഗ്രേറ്റഡ് ബാച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അതായത് നിങ്ങൾക്ക് സിലബസ് നേരത്തെ കംപ്ലീറ്റ് ചെയ്യും, ആകെ +2 കോഴ്സിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. അതായത് CBSE സ്ട്രീം എടുക്കുന്നവരാണെങ്കിൽ, എസ്പെഷ്യലി നിങ്ങൾക്ക് CBSE ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു +2 കോഴ്സിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ള ഈ ഒരു 7-8-9 മന്ത്സ് കംപ്ലീറ്റ്ലി ഇൻറ്റിഗ്രേറ്റഡ് ബാച്ചായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിപ്പീറ്റ് പോലെ തന്നെ ഒരു കോഴ്സായിട്ട് ഇരുന്ന് പഠിച്ച് മാക്സിമം നമ്പർ ഓഫ് ടൈംസ് റിവൈസ് ചെയ്ത് NCERT പക്കയാക്കിയതിന് ശേഷം നീറ്റിനെ വരാം. അതായത് ഒരു റിപ്പീറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റ് എത്രത്തോളം പഠിച്ചിട്ടാണോ വരുന്നത് അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് നീറ്റ് തന്നെ അപ്പിയർ ചെയ്യാം, ഇത് ക്ലിയർ ചെയ്യാൻ പറ്റും. അതായത് ഭയങ്കര ഒരു ടഫായിട്ടുള്ള എക്സാം ഒന്നുമല്ല നീറ്റ്. നിങ്ങൾ കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ആയിട്ട് പക്കാ വൃത്തിക്ക് പഠിച്ച് പോയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഫസ്റ്റ് ചാൻസിൽ തന്നെ ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എക്സാമാണ് നീറ്റ്. സോ ഇങ്ങനത്തെ ആഗ്രഹമുള്ള സ്റ്റുഡൻസിന്, അതായത് ഫസ്റ്റ് ടൈമിൽ തന്നെ ക്രാക്ക് ചെയ്ത് ഒരു MBBS ഗവൺമെൻറ് MBBS ഏറ്റവും ഇഷ്ടപ്പെട്ട കോളേജ് തന്നെ പഠിക്കാൻ ആഗ്രഹമുള്ള പിള്ളേർക്ക് JPS പബ്ലിക് സ്കൂൾ, അതായത് നമ്മുടെ ഇൻറ്റിഗ്രേറ്റഡ് സ്കൂളിനെ കുറിച്ച് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അത് അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ആഗ്രഹമുള്ള സ്റ്റുഡൻസിന്, അതായത് ഫസ്റ്റ് ടൈം തന്നെ ക്രാക്ക് ചെയ്ത് ഏറ്റവും നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ ആഗ്രഹമുള്ള, അതായത് ഭാവിയുടെ ഒരു കുട്ടി ഡോക്ടേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസിനൊക്കെ നമ്മൾ ഈ ഒരു സംരംഭത്തിലേക്ക് വെൽക്കം ചെയ്യാണ്. സോ വെൽക്കം യു ഓൾ ടു JPS പബ്ലിക് സ്കൂൾ. ഹലോ, ഞാൻ തസ്കിയ, കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻറ്റ്. ആ വർഷം എക്സാം ഹോളെന്ന് അതിൻ്റെ മുന്നത്തെ വർഷം കരഞ്ഞുകൊണ്ടിറങ്ങിയ ഞാൻ പിറ്റേ വർഷം ചിരിച്ചുകൊണ്ടിറങ്ങി ഈ മനുഷ്യൻ്റെ മുന്നിലേക്ക്. നമുക്ക് ഇൻഷാ അല്ലാ വീണ്ടും ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹു സ്വർഗത്തിൽ അവരെയും നമ്മുടെ പ്രിയപ്പെട്ടവരെ മരണപ്പെട്ടു പോയ ഒരുപാട് പേരുണ്ട്, എല്ലാവരെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അപ്പം ഇൻഷാ അല്ലാ നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ ഒരു വീഡിയോയിൽ കാണുന്ന, ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയുടെ പേരെന്താണെന്നുള്ളതാണ് ചോദ്യം. ആരാണ് ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി? അപ്പോൾ ഇൻഷാ അല്ലാ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.